ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത് ജീലോങ്ങിലേക്കാണ്. ട്രെയിനിലാണ് യാത്ര. ഏകദേശം 3/4 മണിക്കൂറോളം എടുക്കും ഇവിടുന്ന് ജീലോങ്ങിലെത്താനായിട്ട്. നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്നതാണ് വിവ എനർജി കമ്പനിയുടെ ജീലോങ്ങിലുള്ള റിഫൈനറിയാണ്. വളരെ വലിയൊരു പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് ഏരിയയെ ഇതിന് വിസ്തീർണമുള്ളതായിട്ട് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10-7 വർഷമായിട്ടിത് പ്രവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയയുടെ പാസഞ്ചർ കം ഫ്രൈറ്റ് ടെർമിനൽ. ഇവിടെ നിന്നാണ് ടാസ്മാനിയയിലേക്കുള്ള പാസഞ്ചർ ഷിപ്പുകൾ പോകുന്നത്. പോർട്ട് മെൽബണിലായിരുന്നു നേരത്തെ ഈ ടെർമിനൽ ഉണ്ടായിരുന്നത്. 2022-ലാണ് കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇത് നോർത്ത് ജീലോങ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇറങ്ങിയിട്ട് ആ ടെർമിനലിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ടാസ്മാനിയയിലേക്ക് ഏകദേശം 10-11 മണിക്കൂർ യാത്രയാണ് ഷിപ്പിലുള്ളത്. ഏകദേശം 448 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ജീലോങ് റെയിൽവേ സ്റ്റേഷനിലാണ്. ജീലോങ്ങിൽ തന്നെ 3 റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് നോർത്ത് ജീലോങ് സ്റ്റേഷൻ, അത് കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം എത്തിയിരിക്കുന്നത് ജീലോങ് സ്റ്റേഷനാണ്. ഇത് കഴിയുമ്പോഴത്തേന് സൗത്ത് ജീലോങ് സ്റ്റേഷനുണ്ട്. നമ്മൾ ഈ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. വളരെ പഴക്കമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. 1856-ലാണ് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത്. Ladies and gents, we're just driving into Geelong. Geelong's the station, thank you. റെയിൽവേ സ്റ്റേഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ പഴയകാല പ്രൗഢി ഒട്ടും നഷ്ടപ്പെടാതെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. സ്റ്റേഷനിലുള്ള ഒരു ചെറിയ ലൈബ്രറിയാണ് ഈ കാണുന്നത്. എക്സ്ചേഞ്ച് ലൈബ്രറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ബുക്ക് എടുക്കാം, പകരം നമുക്കൊരു ബുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നടന്നാണ് ജീലോങ് ബീച്ചിലേക്കും ഹാർബറിലേക്കും ഒക്കെ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 15-20 മിനിറ്റ് നടക്കണം ബീച്ചിലേക്കൊക്കെ എത്താനായിട്ട്. പോകുന്ന വഴിക്ക് അവിടെ ഉള്ള മാർക്കറ്റുകളൊക്കെ കണ്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ജീലോങ് ആർട്ട് സെൻ്ററാണ്. വളരെ മനോഹരമായ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, വളരെ കളർഫുള്ളായിട്ട്. ജീലോങ്ങിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസസാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്.
ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ധാരാളം റെസ്റ്റോറൻറ്റുകൾ പാതയുടെ രണ്ട് സൈഡിലും ഉണ്ട്. ഡീക്കിൻ യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ക്യാമ്പസ് തന്നെ ഇവിടെ ജിലോങ് ബീച്ചിനോട് ചേർന്ന് തന്നെയുണ്ട്. ഞങ്ങളിവിടെ ബീച്ച് റോഡിലെത്തി. കുറേ നടക്കണം ഹാർബറിലേക്കോ ബീച്ചിലേക്കോ എത്താനായിട്ട്. ജീലോങ് വിക്ടോറിയയിൽ മെൽബൺ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പട്ടണം തന്നെയാണ്. ഇതൊരു സുഖവാസ കേന്ദ്രം കൂടിയാണ്. വളരെ മനോഹരമായൊരു പ്രദേശം. ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ സാധാരണ എത്തിച്ചേരുന്നത്. റോഡിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് വലിയ ബംഗ്ലാവുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പണക്കാരാണ് ഇവിടെ താമസിക്കുന്നത് കൂടുതൽ. ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുപാട് സൗകര്യങ്ങളാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ദൂരെ കാണുന്ന പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്വിമ്മിംഗ് പൂളാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ എത്തി കുളിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഒരുണ്ട്. ഞങ്ങൾ റോഡിൽ നിന്ന് താഴെ ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തി. പബ്ലിക്കിന് വേണ്ടിയുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതിലിറങ്ങാൻ വലിയ നിബന്ധനകളൊന്നും ഇല്ല. പബ്ലിക്കിനുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഡ്രസ് കോഡിങ്ങൊന്നും ഇല്ല. എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ധരിച്ച് ഇറങ്ങാം. എല്ലാവരും തന്നെ ഇറങ്ങുന്നുണ്ട്. പലരും ഇറങ്ങി നിന്ന് കുട്ടികളെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോവുകയാണ് സാധാരണ.
ഇവിടെ സ്വിമ്മിംഗ് പൂളിന് പുറത്തായിട്ട് കാണുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കടലിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെയും ആർക്ക് വേണേലും സ്വിമ്മ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജമ്പ് ചെയ്യാൻ, വെള്ളത്തിലേക്ക് ജമ്പ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വളരെ നല്ല രസമായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ചുറ്റും ഒരു നടപ്പാതയൊക്കെ ഉണ്ടാക്കി, പൊക്കത്തി ഉണ്ടാക്കി അതിനകത്താണ് സ്വിമ്മ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇത് കുട്ടികൾക്കായിട്ടുള്ളൊരു ടോയ് ട്രെയിനാണ്. ധാരാളം യോട്ടുകളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ റോയൽ ജീലോങ് യോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കാണുന്നത് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റോളുകളാണ്. ഈ യോട്ടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡുകളും മറ്റുള്ള ആക്സസറീസും ഒക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു ജൈന്റ് വീലാണ് ഇവിടെയുള്ള ജീലോങ്ങിലുള്ള. ജീലോങ് ഒരു മനോഹരമായൊരു പ്രദേശമാണ്. ഒരുപാട് കുന്നുകളും മലകളും അതിൻ്റെ താഴ്വാരത്തിൽ നദി, കടലും ഒക്കെ ആയിട്ട്. ഇതൊരു ടൂറിസ്റ്റ് ഹെലികോപ്റ്ററാണ്. ജീലോങ് ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരാനായിട്ട്. മുതിർന്നവർക്ക് $95, കുട്ടികൾക്ക് $85 ചാർജ് ചെയ്യുന്നത്. ദൂരെ കാണുന്ന ഒരു പിയറാണ്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അത് യോട്ടുകൾക്കൊക്കെ അടുക്കാനായിട്ടുള്ള ഒരു പിയറായിട്ടാണ് മനസ്സിലാക്കുന്നത്. സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള തരം യോട്ടുകളൊക്കെ നേരിട്ട് അടുത്ത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഓസ്ട്രേലിയയുടെ ഒരുപാട് സമുദ്ര തീരങ്ങളുള്ളതുകൊണ്ടും അവിടെയൊക്കെയാണ് കൂടുതൽ ജനവാസം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ എല്ലായിടത്തും തന്നെ
ഇത് ജിലോങ് മാത്രമല്ല, എല്ലായിടത്തും തന്നെ ഇത്തരം ഒരുപാട് യോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹാർബറുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. വലിയ ആഴമുള്ളത് കൊണ്ടോ പൊല്യൂഷൻ കുറവുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കും, നല്ല നീല നിറത്തിലുള്ള വെള്ളമാണ്. ഇത് കാണാൻ തന്നെ വളരെ രസമാണ്. ഇത് ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള 1 മണിക്കൂർ നേരത്തേക്കുള്ള ക്രൂസ് സർവീസുകളാണ്. മുതിർന്നവർക്ക് $25, കുട്ടികൾക്ക് $15 ഇത് ചാർജ് ചെയ്യുന്നത്. ധാരാളം ടൂറിസ്റ്റുകളാണ് ഇതിൽ യാത്ര ചെയ്യാനായിട്ട് എത്തിച്ചേരുന്നത്. ദൂരെ കാണുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന മറ്റൊരു പിയറാണ്, കണിങ്ങാം പിയർ എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു ഹോട്ടലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഞങ്ങൾ തിരിച്ച് ജീലോങ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്, തിരിച്ചു പോകാനായി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ബൈ.